ടാഗോർ ഇന്ത്യ എന്ന ആശയത്തെ നിർവചിച്ചത് ഈ ജാതി മത വർഗ ഭാഷാഭേദങ്ങളെയെല്ലാം അതിലംഘിച്ച് നിൽക്കുന്ന ഒരു ആശയം, ആ ഒരു മാനവികതയിലും സഹജീവനത്തിലും ബഹുസ്വരതയിലും അധിഷ്ഠിതമായ ഒരു ആശയം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതാണ് ആ ആശയമാണ് ഇന്ത്യയുടെ അടിസ്ഥാനമെന്നും ആ ആശയം വിജയിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ വിജയിക്കുന്നതെന്നും ആണ് ടാഗോർ പറഞ്ഞത്. അപ്പോൾ ടാഗോർ വളരെ അബ്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞ ഒരു ആശയത്തെ അതിൻ്റെ ഒരു കോൺക്രീറ്റ് തലത്തിലേക്ക് കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണ്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു മഹാത്മാഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് വേറൊരു തരത്തിൽ വളരെ മനോഹരമായിട്ട് നെഹ്റു അതിനെ ഇന്ത്യയെ കണ്ടെത്തലിൽ പറഞ്ഞിട്ടുമുണ്ട്. നെഹ്റു പറഞ്ഞത് അതൊരു പുനർലിഖിതം, ഒരു ഏൻഷ്യൻ്റ് പാലൻസെറ്റ് എന്നാണ്. പുനർലിഖിതം എന്ന് പറയുമ്പോൾ ഒരു താളിയോലയിൽ നമ്മൾ ആദ്യം ആദ്യം എഴുതിയത് അതിന് മുകളിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ആദ്യം എഴുതിയതൊന്നും തന്നെ മായുന്നില്ല. അപ്പോൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഓരോന്നും. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ, ഒരിക്കലും ഒന്നും മായുന്നില്ല. അങ്ങനെ മായാതെ നിൽക്കുന്ന ഒരുപാട് താളിയോലകൾ കലർന്ന ഒന്നാണ് ഇന്ത്യ എന്ന ആശയം എന്നാണ് നെഹ്റു പറഞ്ഞത്. അതുപോലെ തന്നെ നെഹ്റു ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഏതെങ്കിലും ഒരു ഈ ജാതിയും മതവുമായിട്ട് ബന്ധപ്പെട്ട ശ്രേണിയിലുള്ള മനുഷ്യരായിട്ടല്ല കണ്ടത്. ഇന്ത്യൻ പൗരനാണ്, പൗരത്വത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്.